നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. കാസർഗോഡ് കോട്ടയിൽ സർക്കാർ ബോർഡ് സ്ഥാപിച്ചു. ശക്തമായ നിലപാടുമായി റവന്യൂ വകുപ്പ്. കോട്ട കയ്യേറിയതിന് പിന്നിൽ CPM UDF അച്ചുതണ്ടെന്ന് BJP. സമഗ്ര അന്വേഷണം വേണമെന്നും BJP. പെട്രോൾ പമ്പ് സമരം പൂർണ്ണം. ജനം വലഞ്ഞു. ചെത്ത് തൊഴിലാളി പെൻഷൻ 1000 രൂപയായി ഉയർത്തണമെന്ന് കള്ള് ചെത്ത് തൊഴിലാളി യൂണിയൻ. ചെത്ത് തൊഴിലാളികളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യം. കാഞ്ഞങ്ങാടിനെ കുറിച്ചുള്ള സിനിമാ ഗാനം യൂട്യൂബിൽ വൈറലാകുന്നു. 0 to 41 നോട്ട് ഔട്ട് എന്ന മലയാള സിനിമയിലെ ഗാനമാണ് തരംഗം സൃഷ്ടിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. വിവാദമായ കാസർഗോഡ് കോട്ടയിൽ സർക്കാർ ബോർഡ് സ്ഥാപിച്ചു. തഹസിൽദാരുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച 3 മണിയോടെയാണ് ബോർഡ് സ്ഥാപിച്ചത്. ഏറെ വിവാദമായി മാറിയ കാസർഗോഡ് കോട്ട സർക്കാർ വരുതിയിലാക്കുന്നതിന് റവന്യൂ വകുപ്പ് നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. അതിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകുന്നേരം കളക്ടർ PS മുഹമ്മദ് സഗീറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ ബോർഡ് സ്ഥാപിച്ചു. കോട്ടയുടെ 6 ഏക്കർ സ്ഥലത്താണ് ബോർഡ് സ്ഥാപിച്ചത്. മലയാളത്തിലും കന്നഡയിലുമുള്ള ബോർഡിൽ സർക്കാർ ഭൂമിയായ ഇവിടെ അനുവാദം കൂടാതെ പ്രവേശനം ഇല്ല എന്ന വാചകമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് കോട്ട ഉൾപ്പെടുന്ന 5 ഏക്കർ 41 സെന്റ് സ്ഥലം ഇന്ന സർവേ നമ്പറിൽ പെട്ടതാണ് എന്നും ഇതിൽ അനധികൃതമായി ആര് പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ബോർഡ് ജില്ലാ കളക്ടർ നിർദ്ദേശപ്രകാരം ഇവിടെ സ്ഥാപിച്ചാണ്. കോട്ട കയ്യേറിയതിന് പിന്നിൽ CPM UDF അച്ചുതണ്ടാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. BJP നേതാക്കൾ കാസർഗോഡ് വാർത്താ സമ്മേളനത്തിലാണ് ഈ ആരോപണം ഉന്നയിച്ചത്. കാസർഗോഡ് കോട്ട കയ്യേറിയതിൽ CPM-നും കോൺഗ്രസിനും നേരിട്ട് ബന്ധമുണ്ടെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി K. ശ്രീകാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സജി സെബാസ്റ്റ്യനെ കൂടാതെ കാസർഗോഡ് നഗരസഭയുടെ മുൻ ചെയർമാൻ SJ പ്രസാദിനും ഇതിൽ നേരിട്ട് ബന്ധമുണ്ടെന്നും ശ്രീകാന്ത് പറഞ്ഞു. 1 ഏക്കർ 24 സെന്റ് സ്ഥലമാണ് SJ പ്രസാദിന്റെ പേരിലുള്ളത്. CPM-ഉം UDF-ഉം ചേർന്നുള്ള ഒരു അച്ചുതണ്ടാണ് കാസർഗോഡിന്റെ പൈതൃക സ്വത്തായ കോട്ട തട്ടിയെടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 1 ഏക്കർ 24 സെന്റ് സ്ഥലം കാസർഗോഡ് നഗരസഭയിലെ ചെയർമാനായിരുന്ന കാസർഗോഡ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഇപ്പോൾ പ്രസിഡൻ്റായിരിക്കുന്ന CPIM നേതാവ്, നഗരത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തി ശ്രീ SJ പ്രസാദിൻ്റെ പേരിലും കൂടിയുണ്ട്. 1 ഏക്കർ 24 സെന്റ് സ്ഥലം CPIM-ൻ്റെ നേതാവിൻ്റെ പേരിലാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് SJ പ്രസാദ് ഒരു നയാ പൈസയും കൊടുക്കാതെയാണ് ആ സ്ഥലം 1 ഏക്കർ 24 സെന്റ് സ്ഥലം അദ്ദേഹത്തിൻ്റെ പേരിൽ ആക്കിയിട്ടുള്ളത്. CPIM ഈ തട്ടിപ്പിന് കൂട്ടുനിന്നതിനുള്ള പ്രതിഫലമായിട്ടാണ് SJ പ്രസാദിന്റെ പേരിൽ 1 ഏക്കർ 24 സെന്റ് സ്ഥലം കൊടുത്തിരിക്കുന്നത്. പെട്രോൾ പമ്പ് സമരം പൂർണ്ണം. ജനം വലഞ്ഞു. ജനങ്ങളെ പ്രതികൂലമായാണ് സമരം ബാധിച്ചത്. സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ അടച്ചിടുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ പെട്രോൾ പമ്പുകളും അടഞ്ഞുകിടക്കുകയാണ്. പുതിയ പെട്രോൾ പമ്പുകൾക്കായി എണ്ണ കമ്പനികളും സർക്കാരും നൽകിയ അനുമതി പത്രങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പെട്രോൾ പമ്പ് ഉടമകൾ ഇന്ധന ബഹിഷ്കരണം നടത്തുന്നത്. പമ്പുകൾ അടച്ചിട്ടതോടെ ഉപഭോക്താക്കൾ വലഞ്ഞു. പലരും തങ്ങളുടെ വാഹനങ്ങളിലും മറ്റുമായി എണ്ണ കമ്പനികളുടെ മുമ്പിൽ വന്ന് മടങ്ങിപ്പോകുന്നതും എങ്ങും കാണാമായിരുന്നു. ചെത്ത് തൊഴിലാളി പെൻഷൻ 1000 രൂപയായി ഉയർത്തണമെന്ന ആവശ്യം. കാഞ്ഞങ്ങാട്ട് നടന്ന കൺവെൻഷനിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ചെത്തു തൊഴിലാളികളുടെ പെൻഷൻ തുക 1000 ഉയർത്താൻ നടപടി സ്വീകരിക്കണമെന്ന് കള്ള് ചെത്തു തൊഴിലാളി യൂണിയൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ചെത്തുതൊഴിലാളിയുടെ പാർട്ടി ഏതായാലും, ചെത്തുതൊഴിലാളിയുടെ ജാതി ഏതായാലും, ചെത്തുതൊഴിലാളിയുടെ മതം ഏതായാലും, ചെത്തുതൊഴിലാളി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരുടെ തൊഴിലാളിയാണെന്നും ആ തൊഴിലാളി ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്നും അതുകൊണ്ട് വിലക്കയറ്റമായാലും മറ്റേ തൊഴിലില്ലായ്മയായാലും മറ്റെല്ലാ ദാരിദ്ര്യമായാലും കഷ്ടപ്പാടെല്ലാം പങ്കുവെക്കേണ്ടതാണെന്നും ഈ കഷ്ടപ്പാടിനെല്ലാം പരിഹാരം കാണാൻ ജാതിയുടെയോ മതത്തിന്റെയോ പാർട്ടിയുടെയോ അതുവരമ്പല്ല മറിച്ച് തൊഴിലാളി എല്ലാ പാർട്ടിയിലും എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും പെട്ട മുഴുവൻ തൊഴിലാളികളും ചെത്തുതൊഴിലാളികളെയും അണിനിർത്തുക എന്നുള്ള ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം കൂടിയാണ് CIT. T. കുട്ടൻ, DV അമ്പാടി, PV ചിത്രഭാനു, PK രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. KV വർക്കി, M. നാരായണൻ, P. ഗോവിന്ദൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. PV ദിവാകരനെ ചടങ്ങിൽ അനുമോദിച്ചു. KK രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു.
കാഞ്ഞങ്ങാടിനെ കുറിച്ചുള്ള സിനിമാ ഗാനം യൂട്യൂബിൽ വൈറലാകുന്നു. 0 to 41 നോട്ട് ഔട്ട് എന്ന മലയാള സിനിമയിലെ ഗാനമാണ് തരംഗം സൃഷ്ടിക്കുന്നത്. ജില്ല് പേരാണ്, സ്റ്റൈൽ നാടാണ്, സെൽഫി പോലാണ്, കാഞ്ഞങ്ങാടാണ്. ജില്ല് പേരാണ്, സ്റ്റൈൽ നാടാണ്, സെൽഫി പോലാണ്, കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് 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 നമ്മുടെ നാട്. കാഞ്ഞങ്ങാട് 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 നമ്മുടെ നാട്. നാട്ടിൻ പുറത്തെ 2 വോളിബോൾ ടീമുകളെ ആധാരമാക്കി ഇന്ത്യൻ യുവത്വത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് 041 നോട്ട് ഔട്ട്. ചിത്രത്തിലെ കാഞ്ഞങ്ങാടിനെ കുറിച്ചുള്ള ഗാനമാണ് യൂട്യൂബിൽ തരംഗമായിരിക്കുന്നത്. തോയമ്മൽ സ്വദേശി സെന്ന ഹെഗ്ഡെയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. എവറി ക്യാരക്ടർ അവരായിട്ട് അഭിനയിക്കും. അപ്പോൾ ശരിക്കും സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വേറെ ഫിലിം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട് തോയമ്മൽ. അപ്പോൾ ഞാൻ വൈകുന്നേരം അവിടെ ഒരു അമ്പലമുണ്ട്, അതിൻ്റെ അടുത്ത് ഇവരെല്ലാവരും വോളിബോൾ കളിക്കും. അത് നോക്കാൻ പോകുമ്പോൾ അവരെ റൈവലറിയും അവരുടെ ഫ്രണ്ട്ഷിപ്പും അവരുടെ ജീവിതങ്ങൾ കാര്യങ്ങളും നോക്കിയിട്ടാകുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട് കിട്ടി. അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന സ്ക്രിപ്റ്റ് നിർത്തിയിട്ട് ഇത് എഴുതാൻ തുടങ്ങി. അങ്ങനെ 4 ദിവസത്തിൽ സ്ക്രിപ്റ്റ് എഴുതി 10 ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് തുടങ്ങി. 6 ദിവസത്തെ ഷൂട്ടായിരുന്നു, കണ്ടിന്യൂസ് ഒരു 18 hours a day ഷൂട്ട്. അത് കഴിഞ്ഞ് നമ്മൾ 3 മാസം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു സൗണ്ട് മിക്സിങ്ങും ഓഡിയോ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബാക്കിയുണ്ട്. അപ്പോൾ ഒരു മാസത്തിൽ തീർക്കാൻ വിചാരിക്കുന്നുണ്ട്. 90 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം പ്രദർശനത്തിന് തയ്യാറായി കഴിഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ തോയമ്മൽ സ്വദേശികളായ രാജേഷ്, വിപിൻ, രതീഷ്, അഭിലാഷ്, പ്രിയദത്ത്, സുധീഷ്, ഋഷി, അംബു, ശോഭിത്, സെന്ന ഹെഗ്ഡെ തുടങ്ങിയവർ സംബന്ധിച്ചു. സെൽഫി പോലാണ്, കാഞ്ഞങ്ങാടാണ്, ജില്ല് പേരാണ്, സ്റ്റൈൽ നാടാണ്, സെൽഫി പോലാണ്, കാഞ്ഞങ്ങാടാണ് നമ്മുടെ നാട്. MSF MEST എക്സാം സംഘടിപ്പിച്ചു. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു പരീക്ഷ നടത്തിയത്. പഠന വഴിയിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ കണ്ടെത്തി സ്കോളർഷിപ്പ് നൽകി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന വ്യാപകമായി പരീക്ഷ സംഘടിപ്പിച്ചത്. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന പരീക്ഷയിൽ 1000കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ബോവിക്കാനം BAR ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷയ്ക്ക് റസാഖ് പള്ളങ്കോടം, അജ്മൽ മൂലനടുക്കം, ഷെഫി കാലൂർ, അഷ്റഫ് ബോവിക്കാനം എന്നിവർ നേതൃത്വം നൽകി. എണ്ണപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തോടുള്ള അവഗണന. ഇതിൽ പ്രതിഷേധിച്ച് BJPയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. മലയോര മേഖലയിലെ ഏക ആശ്രയമായ എണ്ണപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ രോഗികളെ കിടത്തി ചികിത്സിക്കുക, സ്ഥിരം ഡോക്ടറെ നിയമിക്കുക, കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് BJP പ്രവർത്തകർ ധർണാ സമരം സംഘടിപ്പിച്ചത്. ധർണാ സമരം BJP കോടമ്പോളൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവർ അധിവസിക്കുന്ന ഈ മലയോര മേഖലയിൽ ഒരു ആരോഗ്യ കേന്ദ്രം തുടങ്ങിയിട്ടുള്ളത്. കേരളം ഭരിച്ചു വന്ന വലതുമുന്നണിയും ഇടതുമുന്നണിയും തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ആശുപത്രിയുടെ വികസനത്തെക്കുറിച്ച് ഘോരഘോരം സംസാരിക്കുമെങ്കിലും MD രാജൻ അധ്യക്ഷനായി. ഉമേശൻ നർക്കല, ജയദേവൻ പെരിയ, നിശാന്ത്, സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. വിഭിന്നശേഷിയുള്ളവർക്ക് റോട്ടറി ക്ലബിന്റെ കൈത്താങ്. നിർധന വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെന്ററും അലിംകോ ബാംഗ്ലൂരിന്റെയും സഹകരണത്തോടെ കാസർഗോഡ് റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിഭിന്നശേഷിയുള്ളവർക്ക് സഹായിക ഉപകരണങ്ങൾ വിതരണം ലളിത കലാസദനത്തിൽ വെച്ച് നടന്നു. തിങ്കളാഴ്ച രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. കണ്ണുണ്ടായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയാത്ത, ആർജിക്കാൻ കഴിയാത്ത ഒരുപാട് നേട്ടങ്ങൾ അവരിലൂടെ നമുക്ക് അഭിമാനമായി തോന്നുകയാണ് അവരെയൊക്കെ തന്നെ. അപ്പോൾ ഒരുപാട് നേട്ടങ്ങളും കഴിവുകളുമുള്ള ആളുകൾ ഇവർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയുന്ന പോലെ തന്നെ വീട്ടുകാരുടെ ശ്രദ്ധയും പരിചരണവും നല്ല രീതിയിൽ ലഭിക്കുന്ന വൈകല്യമുള്ളവർ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചതായി നമുക്കറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആ കഴിവുകളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും ആദ്യം അത് തിരിച്ചറിയേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ്, പിന്നെ സ്കൂളിൽ നിന്നാണ്, നാട്ടുകാരിൽ നിന്നാണ്, ആ നാട്ടുകാർ നൽകുന്ന പ്രോത്സാഹനങ്ങളാണ്. ഇവയൊക്കെ തന്നെ അവർക്ക് വലിയ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നൽകുകയും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ അവർ ആർജിക്കാൻ പ്രാപ്തരാവുകയും ചെയ്യും എന്നുള്ളതാണ്.
ടി.പി. യൂസഫ് അധ്യക്ഷത വഹിച്ചു. ടി.ഇ. മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. 84ഓളം വിഭിന്ന ശേഷിയുള്ളവർക്കാണ് സഹായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. വീൽചെയർ, ട്രൈസൈക്കിൾ, MR കിറ്റ്, ഹിയറിംഗ് എയ്ഡ്, ആർട്ടിഫിഷ്യൽ ലാമ്പ് എന്നിവയാണ് വിതരണം ചെയ്തത്. ദിനേശ് MD, സജി ജോർജ്, ജെയ്സൺ ജേക്കബ്, പ്രശാന്ത് കുമാർ, RP പത്മകുമാർ, ഉമേഷ്, B അജിത്, MK രാധാകൃഷ്ണൻ, ശ്രീധർ റാവു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കണിശ മഹാസഭയുടെ ആഭിമുഖ്യത്തിൽ SSLC വിജയികൾക്ക് അവാർഡുകൾ സമ്മാനിച്ചു. കാസർഗോട്ടായിരുന്നു പരിപാടി. കണിശ ഗണക സമുദായാംഗങ്ങൾക്ക് ജോലി സംവരണം ഏർപ്പെടുത്തണമെന്നും OBC വിഭാഗങ്ങൾക്ക് OECയിൽ ഉൾപ്പെടുത്തി നൽകുന്ന ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും കണിശ മഹാസഭ ജില്ലാ പ്രവർത്തക സംഗമം ആവശ്യപ്പെട്ടു. അഡ്വക്കേറ്റ് പാവൽ കുഞ്ഞിക്കണ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. പൊതുവെ നമ്മൾ പറയുമ്പോൾ സംഘടന നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതിൻ്റെ വ്യക്തിപരമായ താല്പര്യ സംരക്ഷണം വേണ്ടിയിട്ടല്ല, ആരെങ്കിലും പ്രത്യേക സൗകര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ആ സംഘടനക്കകത്ത് അംഗങ്ങളായിട്ട് വരുന്ന മുഴുവൻ ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സംഘടന ഉണ്ടാക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് കുഞ്ഞികൃഷ്ണൻ അരമങ്ങാനം അധ്യക്ഷനായി. 1% ജോലി സംവരണം ഏർപ്പെടുത്തുക, വാർദ്ധക്യകാല പെൻഷൻ ജ്യോതിഷികൾക്കും നൽകുക തുടങ്ങിയ ആവശ്യങ്ങളിൽ അനുകൂലമായ തീരുമാനമെടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ശശാങ്കൻ വെരിക്കുളം, ബാലകൃഷ്ണൻ കുറ്റിക്കോൾ, ശ്രീധരൻ കപ്പണക്കാൽ, പുരുഷോത്തമൻ ചന്തേര, ഡോക്ടർ ഉമേഷ് ബല്യായ, രാമകൃഷ്ണൻ ഇടയിലക്കാട്, കുഞ്ഞികൃഷ്ണൻ പിലിക്കോട്, ഹരിശ്ചന്ദ്ര ബല്യായ അത്തവാർ, ഉമാലക്ഷ്മി, ശ്രീജിത്ത് പെരുവ എന്നിവർ സംസാരിച്ചു. ഇനി പുണ്യം തേടി. സ്നേഹവും സൗഹാർദ്ദവും പകർന്ന് JCIയുടെ ഇഫ്താർ സംഗമം. JCI കാസർഗോഡ് ചാപ്റ്ററാണ് ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചത്. JCI കാസർഗോഡ് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഉസ്താദ് ഫാറൂഖ് പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന നോമ്പുതുറയിലും നിരവധി പേർ പങ്കെടുത്തു. പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ്, സെക്രട്ടറി KV അഭിലാഷ്, മഹ്റൂഫ്, അബ്ദുൽ മജീദ്, KC ഇർഷാദ്, അബ്ദുൽ ഖാദർ നെല്ലിക്കുന്ന്, പുഷ്പാകരൻ ബെണ്ടിച്ചാൽ, ശ്യാംകുമാർ, ഭരതൻ പള്ളഞ്ചി എന്നിവർ നേതൃത്വം നൽകി. അന്തർദേശീയ സഹകരണ ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. ഒസ്തുർഗ് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഒരുക്കിയത്. അന്തർദേശീയ സഹകരണ ദിനാചരണത്തിന്റെ ഭാഗമായി ഹോസ്തുർഗ് സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സഹകരണ രംഗത്തെ വിവിധ വിഷയങ്ങളിൽ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ MK ദിനേശ് ബാബു വിഷയം അവതരിപ്പിച്ചു. E ചന്ദ്രശേഖരൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അന്ന് കാശില്ലാത്ത അല്ലെങ്കിൽ പാവങ്ങളിൽ പാവങ്ങളായ കൃഷിക്കാരുടെ, ഗ്രാമീണരായി കഴിയുന്ന ആളുകളുടെ താൽക്കാലികമായ ഒരു സഹായത്തിന് അല്ലെങ്കിൽ അവന് മറ്റു കൊള്ളപ്പലിശക്കാരിൽ നിന്നൊരു സംരക്ഷണം നൽകാനുള്ള സംവിധാനം എന്ന നിലയ്ക്ക് തുടക്കം കുറിച്ച ആ പ്രസ്ഥാനം ഇന്ന് അതൊന്നുമല്ലല്ലോ. ഇന്ന് വായ്പ കൊടുക്കാൻ കഴിയുന്ന സംഖ്യ വലുതാണ്, വായ്പ വാങ്ങാൻ കഴിയുന്ന സംഖ്യ വലുതാണ്. അത്തരം ഐക്യനാണയ സംഘം എന്ന രീതിയിൽ രൂപീകരിച്ചിട്ടുള്ളതൊക്കെ വലിയ ബാങ്കുകളായി, ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയാമെന്ന് അറിഞ്ഞൂടാ, ഇത് വേറെ പറയുമ്പോൾ പറയാൻ നിയമം വന്നു ബാങ്കിലുണ്ടായി. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ സാമ്പത്തികമായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ധനകാര്യ സ്ഥാപനങ്ങളായി മാറിയെന്നതാണ് വസ്തു. അന്നത്തെ ഐക്യനാണ്. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ MV ജയൻ അധ്യക്ഷനായി. മോഹനൻ നായർ, സഞ്ജീവ് കർത്ത, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. പൊള്ളക്കട വിവേകാനന്ദ സേവാ സമിതി സദസ്സ് സംഘടിപ്പിച്ചു. ആഭ്യന്തര വകുപ്പിന്റെ ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം നേടിയ CI ഉത്തംദാസിനെ ചടങ്ങിൽ അനുമോദിച്ചു. പൊള്ളക്കട വിവേകാനന്ദ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. പ്രദേശത്തെ നെൽകർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു.
ആഭ്യന്തര വകുപ്പിന്റെ ബഡ്ജറ്റ് ഓണർ പുരസ്കാരം നേടിയ CI ഉത്തംദാസിനെ ചടങ്ങിൽ അനുമോദിച്ചു. RSS കോഴിക്കോട് വിഭാഗ് പ്രചാരക് A. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. P. ചന്ദ്രൻ അധ്യക്ഷനായി. AV ഗിരീഷ്, സബിനേഷ് യാദവ് എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കാസർഗോഡ് കോട്ട വിഷയം BJP താലൂക്ക് ഓഫീസിലേക്ക് ധർണ നടത്തും. ചൊവ്വാഴ്ചയാണ് ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കുപ്രസിദ്ധ ബൈക്ക് മോഷ്ടാവ് അറസ്റ്റിൽ. ബണ്ട്വാൾ BC റോഡിലെ അഭിജിത്താണ് അറസ്റ്റിലായത്. ചട്ടഞ്ചാൽ സ്വദേശി അബുദാബിയിൽ മരിച്ചു. ചട്ടഞ്ചാൽ പറമ്പിലെ അബ്ദുറഹ്മാനാണ് മരിച്ചത്. 22 വയസ്സായിരുന്നു. പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പേരാൽ കണ്ണൂരിലെ അഭിലാഷാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ചെറുക്കള സ്വദേശിക്ക് പരിക്കേറ്റു. ചെറുക്കളയിലെ ബാലകൃഷ്ണനാണ് പരിക്കേറ്റത്. സേവന പ്രവർത്തനത്തിലൂടെ ചിത്താരി ഗ്രാമത്തെ ദത്തെടുത്ത് ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ. കൈക്കോർക്കാൻ യുവതാര ക്ലബ്ബും രംഗത്തെത്തി. ചിത്താരിയിലെ പൊയ്യക്കരയിലും കല്ലിങ്കാലിലും ലഹരി വിരുദ്ധ ബോധവൽക്കരണവും സേവന പ്രവർത്തനങ്ങളും നടത്തി ഗ്രാമത്തെ ദത്തെടുത്ത് പ്രവർത്തിക്കാൻ ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാരുടെ തീരുമാനം. പൊയ്യക്കര യുവതാര ക്ലബ്ബുമായി സഹകരിച്ചാണ് ഗ്രാമത്തെ ദത്തെടുക്കുന്നത്. മദ്യവിപത്തിനെ ബോധവൽക്കരണത്തിലൂടെ തടയുക, സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുക, വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടമായി ലഹരി വിരുദ്ധ പോസ്റ്റർ പ്രദർശനം നടന്നു. പോസ്റ്റർ പ്രദർശനം കല്ലിങ്കാൽ GLP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലളിതകുമാരി ഉദ്ഘാടനം ചെയ്തു. കൃഷി ചെയ്യുന്ന കുട്ടികളാണ്. അതുപോലെ പാവപ്പെട്ടവർക്ക് വീടിന്റെ പണിയെല്ലാം ചെയ്തു കൊടുക്കുന്ന കുട്ടികളാണ്. അതുപോലെ നമ്മുടെ ഈ വാർഡിലും പിന്നെ നിങ്ങൾ എന്തൊക്കെ സഹായം ചെയ്ത് തരണം, നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും. തുടർന്ന് നടന്ന ലഹരി വിരുദ്ധ സെമിനാറിൽ എക്സൈസ് പ്രിവെന്റിംഗ് ഓഫീസർ NG രഘുനാഥൻ ക്ലാസ് എടുത്തു. ഗ്രാമത്തെ ദത്തെടുക്കൽ പ്രഖ്യാപനം വാർഡംഗം K. സുലോചന നിർവഹിച്ചു. ഡോക്ടർ CK നാരായണ പണിക്കർ അധ്യക്ഷനായി. പ്രേമചന്ദ്രൻ മാസ്റ്റർ, ക്ലബ് സെക്രട്ടറി PV ശ്രീധരൻ, അനൂപ് മാസ്റ്റർ, വിനോദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രേമചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് കോട്ടയിൽ സർക്കാർ ബോർഡ് സ്ഥാപിച്ചു. ശക്തമായ നിലപാടുമായി റവന്യൂ വകുപ്പ്. കോട്ട കയ്യേറിയതിന് പിന്നിൽ CPM UDF അച്ചുതണ്ടെന്ന് BJP. സമഗ്ര അന്വേഷണം വേണമെന്നും BJP. പെട്രോൾ പമ്പ് സമരം പൂർണ്ണം, ജനം വലഞ്ഞു. ചെത്തുതൊഴിലാളി പെൻഷൻ 1000 രൂപയായി ഉയർത്തണമെന്ന് കള്ള് ചെത്ത് തൊഴിലാളി യൂണിയൻ. ചെത്തുതൊഴിലാളികളോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യം. കാഞ്ഞങ്ങാടിനെ കുറിച്ചുള്ള സിനിമാ ഗാനം യൂട്യൂബിൽ വൈറലാകുന്നു. 0 to 41 നോട്ട് ഔട്ട് എന്ന മലയാള സിനിമയിലെ ഗാനമാണ് തരംഗം സൃഷ്ടിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.